താജുശ്ശരിയയെ ഓർക്കുമ്പോഴെല്ലാം എന്റെ ഓർമ്മയിൽ വരുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ വർഷത്തെയും അനുസ്മരണത്തിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്. ഒരിക്കൽ ഉസ്താദിന്റെ കൂടെ ഒരു പരിപാടിക്ക് പോയി. ഭക്ഷണം കഴിക്കാൻ വീട്ടിലിരിക്കുകയാണ്. ഭക്ഷണമൊരുക്കിയ വീട്ടിൽ ഉസ്താദിന്റെ നേരെ ഓപ്പോസിറ്റുള്ള ചെയറിലാണ് ഞാൻ ഇരിക്കുന്നത്. ഉസ്താദ് ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു നോക്കി. അവിടുത്തെ രൂപഭാവങ്ങളൊക്കെ ഒന്ന് നല്ല രൂപത്തിൽ നോക്കി. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഉസ്താദ് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും അവിടുത്തെ ചിന്ത ഇവിടെയല്ല, അവിടുത്തെ മനസ്സ് ഇവിടെയല്ല, അവിടുത്തെ സാന്നിധ്യം ഇവിടെയല്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. അതാ സാധാരണയിൽ വീട്ടിൽ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ റെസ്റ്റിനിരിക്കുന്ന സ്ഥലത്ത് ഫ്രൂട്ട്സും മറ്റു വെള്ളവുമൊക്കെ കൊണ്ടുവെക്കുമല്ലോ. അങ്ങനെ ഫ്രൂട്ട്സ് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന സ്ഥലത്ത് ഉസ്താദിന്റെ കുറച്ചുകൂടി അടുത്ത് വന്നപ്പോൾ സ്വകാര്യമായി ചോദിച്ചു, അല്ല, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവിടുന്ന് ഏതോ ആലോചനയിലാണല്ലോ, ഏതോ ചിന്തയിലാണല്ലോ. എന്താണ് അവിടുന്ന് ആലോചിക്കുന്നത്, എന്താണ് ചിന്തിക്കുന്നത്? അപ്പോഴവിടുന്ന് പറഞ്ഞ മറുപടി ഒരിക്കലും മായാത്ത ഒരു മറുപടിയാണ്, ഒരിക്കലും മറക്കാത്ത ഒരു ഉത്തരമാണ്. മോനെ, സ്വർഗമിങ്ങനെ കാണുമ്പോൾ സ്വർഗത്തിൽ ഒരുപാട് പരിചയക്കാരെ കാണുന്നുണ്ട്. മാഷാ അല്ലാഹ്, നമ്മളിന്ന് ഓർക്കുന്ന താജുശ്ശരിയ നമ്മുടെ മുമ്പിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവരുടെ ആകെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വർഗമാണ്. എന്നോട് അവിടുന്ന് ഇല്ലാത്ത ഒരു കാര്യം പറഞ്ഞു ഫഖർ നടിക്കാൻ ഒരു സാഹചര്യവും ഇല്ല. സാധാരണയിൽ തന്നെ വാക്കുകൾ സൂക്ഷിക്കുന്ന ഒരു മനുഷ്യനുണ്ടോ? ഇത്തരം ഒരു കാര്യത്തിൽ കളവ് പറയുമോ? ഒരിക്കലും ചിന്തിക്കാൻ വയ്യ. എന്നോട് എന്തെങ്കിലും ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ട് ഉസ്താദിന് എന്തെങ്കിലും ലഭിക്കാനുണ്ടോ? ഒന്നും ലഭിക്കാനില്ല. അപ്പോൾ അവിടുന്ന് പറഞ്ഞത് ശരിയായ കാഴ്ച തന്നെയാണ്, ശരിയായ അനുഭവം തന്നെയാണ്. അവര് നമ്മുടെ മുമ്പിലൂടെ നടക്കുമ്പോഴും അവരുടെ ഖൽബ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ കേന്ദ്രത്തിലാണ്. അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന സന്തോഷ സുമോഹന ഗേഹത്തെ അവര് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ലക്ഷ്യം അല്ലാഹു റബ്ബുൽ ആലമീൻ, അല്ലാഹു തആല മഹാന്മാരുടെ കൂടെ അല്ലാഹുവിന്റെ പ്രീതിയുടെ ഗേഹമാകുന്ന സ്വർഗത്തിൽ എത്തിച്ചു തരട്ടെ. അവരെയാണ് നമ്മൾ ഓർക്കുന്നത്. അങ്ങനെ ലൈവായി അവരനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിനെ അറിയുകയാണ്. അള്ളാഹുവിനെ പറയല്ല, അള്ളാഹുവിനെ അറിയുകയാണ്.